എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണ്. വിനോദസഞ്ചാരികൾ കൂടുതലായും ഇപ്പോൾ ഈ ഒരു ബസ്സിൽ കയറാൻ നിൽക്കുന്നുണ്ട്. ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ വശവും സൈഡും എല്ലാം കൂടുതലും ഗ്ലാസ്സാണ്. അപ്പം ആ ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ നല്ലൊരു വൈബ് തന്നെ കിട്ടും. അപ്പം കുറേ യാത്രക്കാർ ആ ബസ്സിൽ യാത്ര ചെയ്ത് മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഞങ്ങളും കയറാമെന്ന് ആ ബസ്സിനോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പോൾ കാണുന്ന ഈ പാലമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി പാലം. ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കല്ലാർകുട്ടി ഡാമൊക്കെ കാണാൻ സാധിക്കും. അതിമനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വ്യൂ. നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ എന്നും മായാതെ തന്നെ നിൽക്കും. നമ്മുടെ ഇടുക്കീനെ കൂടുതൽ സുന്ദരിയാക്കുന്നത് ഇതുപോലുള്ള ഡാമുകളും പുഴകളും അതുപോലെ കുന്നുകളും മലകളും ഒക്കെയാണ്. അപ്പോൾ ഇവിടത്തെയൊക്കെ കാഴ്ചകൾ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇടുക്കിക്ക് തന്നെ വരണം. ഇടുക്കിയിലെ കാഴ്ചകൾ അടിപൊളിയല്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടെ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ലക്ഷ്മി എസ്റ്റേറ്റും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ തന്നെ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അതൊരു വേറെ ലെവൽ തന്നെയല്ലേ? തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലൂടെയുള്ള ഈ യാത്ര അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. മഞ്ഞൊക്കെ ഉള്ളപ്പം ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച തന്നെയാണ് ഈ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെയും വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. അതിമനോഹരമായ മഞ്ഞിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മഞ്ഞൊക്കെയുള്ള സമയത്ത് വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു വ്യൂ പോയിൻറ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കോസ്മോസ് അണ്ണൻ തേങ്ങയുടെ പൊങ്ങ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ ലക്ഷ്മി എസ്റ്റേറ്റിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ തോട്ടത്തിൽ പണിയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ലയങ്ങളൊക്കെ കുറച്ചൊക്കെ കാട് കയറി കിടക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കുറച്ച് വീടുകളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾതാമസമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കൂടുതലും കാണണമെങ്കിൽ ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് വരണം. നമ്മുടെ ഇടുക്കിയിലെ ഗ്രാമക്കാഴ്ചകളിൽ ഇതുപോലുള്ള വ്യൂ പോയിൻറ്റുകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ മാങ്കുളമൊക്കെ എത്താം. മാങ്കുളത്തിന് പോകാനൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴ ചതിച്ചതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ഇതുവഴിയുള്ള യാത്രയും ഞങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ നൽകി. പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലാണ്. ലക്ഷ്മി എസ്റ്റേറ്റിൽ ഈ റോഡൊക്കെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആനയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും. പിന്നെ ആനയുടെ ചവിട്ട് കിട്ടിയാൽ നല്ല സുഖമായിരിക്കും അല്ലേ? ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വഴി രാത്രി യാത്രയൊക്കെ അപകടമാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് മുന്നേ സ്ഥലം വിടണം. ഞങ്ങൾ ഏകദേശം ഒരു
ഒരു ഉച്ചയോട് കൂടിയൊക്കെയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയത്. അപ്പോൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, തനി നാടൻ ഗ്രാമ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തു. അപ്പോൾ അവിടെ ഒരു മൊട്ടക്കുന്ന് കണ്ടു ഞങ്ങളുടെ കണ്ണിൽ. അപ്പോൾ ആ മൊട്ടക്കുന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അപ്പം തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ വേറൊരു വ്യൂ പോയിൻറ്റിലും കൂടെ ഞങ്ങൾ പോയിരുന്നു. ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു വീഡിയോയും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയും എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് നമുക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ കൂടുതൽ വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി ഓരോ വ്യൂ പോയിൻറ്റുകളെ ലക്ഷ്യമാക്കി പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. അപ്പോൾ ആ ശക്തി ഞങ്ങൾക്ക് എന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ഒരു ശക്തി. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അനൂപ് സാറുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇപ്പൊ നിങ്ങൾ എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക ഗൈസ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. അപ്പം മൊട്ടക്കുന്നുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ മാങ്കുളത്തെത്താം. അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി മാങ്കുളത്തേക്കുള്ള യാത്ര ദുസ്സഹമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ് ഗൈസ്. മഴ ചതിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മൂന്നാറുകാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കറക്റ്റൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.